ഇല്ല സാർ, അവൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ആ കുഞ്ഞ്? അതാണല്ലോ അവളുടെ ദുരന്തം. ആരോട് ഒരു ദ്രോഹവും ചെയ്യാത്ത അവൾക്ക് ഇത് സംഭവിച്ചല്ലോ എന്നാ. ശ്രീകേട്ടനുമായുള്ള അവളുടെ വിവാഹം വരെ നിശ്ചയിച്ചതാ. പക്ഷേ ലതികയുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തത് അവൾ സ്വന്തം സഹോദരനെ പോലെ കരുതിയിരുന്നൊരു മനുഷ്യനാണ്. അതിന്റെ ഓർമ്മയാണ് ആ കുഞ്ഞ്. അയാളാണ് അതിന്റെ അച്ഛൻ. അതാരാണെന്ന് ലേഖയ്ക്കറിയാമോ? ഇല്ല സർ, എത്ര ചോദിച്ചിട്ടും അവൾ അതുമാത്രം പറഞ്ഞിട്ടില്ല. അതിന്റെ ഓർമ്മയാണ് അയാളാണ് അതിന്റെ അച്ഛൻ. എന്തിനാ വിളിപ്പിച്ചത്? ഞാൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്തൊരു തെറ്റാണ്. ഒരപേക്ഷയുണ്ട്. ഞാൻ ലതികയെ വിവാഹം കഴിക്കാം. ആ കണക്കിൽ നിങ്ങൾ എത്ര പെൺകുട്ടികളെ വിവാഹം കഴിക്കേണ്ടി വരും? ലതിക എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങളെക്കുറിച്ച് ഞാൻ ധരിച്ചിരുന്നതൊക്കെ ശരി തന്നെയായിരുന്നു. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതി അല്ലേ? ഒരു പെണ്ണിന്റെ ജീവിതം പാടെ തകർത്തിട്ട് ഇപ്പോൾ വിവാഹം കഴിക്കാമെന്ന്. എനിക്ക് ആ ഔദാര്യം ആവശ്യമില്ല. ഞാനൊരു ഔദാര്യം കാട്ടുകയല്ല. ഐ നീഡ് യു. എനിക്കൊരു മോനുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നില്ല. മോൻ നിങ്ങളുടെ തന്നെയാണെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? ഇനിയും എന്നെ പരീക്ഷിക്കരുത്. ലതികയുടെ എല്ലാ ചുറ്റുപാടുകളും മനസ്സിലാക്കിയവനാണ് ഞാൻ. ലതികയ്ക്കറിയാമോ, വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഞാൻ ലതിക എവിടെയൊക്കെ അന്വേഷിച്ചു വന്നു? എനിക്കതൊന്നും കേൾക്കണ്ട. എല്ലാത്തിനും ഞാൻ ഒന്നുകൂടെ മാപ്പ് ചോദിക്കാം. കഴിഞ്ഞൊക്കെ മറക്കും. ഞാൻ എന്നെ അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ജന്മം എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോ എനിക്ക് എന്റേതെന്ന് അവകാശപ്പെടാൻ ഒരു ജീവൻ ഈ ഭൂമിയിലുണ്ടെന്ന് അറിഞ്ഞത് മുതൽ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ഉണ്ടായതുപോലെ. അതിപ്പോഴുണ്ടായ അറിവല്ലേ? നിങ്ങൾക്കറിയുമോ, മോനെ വയറ്റ് ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന, നാലുപാടിൽ നിന്ന് ഞാൻ ഏറ്റ പരിഹാസങ്ങൾ. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും. നമ്മുടെ കുഞ്ഞോ? എന്നെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തെങ്കിലല്ലേ അവന്റെ അച്ഛനായി നിങ്ങളെ 4 പേര് അംഗീകരിക്കൂ. ലതിക എന്നോട് പ്രതികാരം ചെയ്യാണ്. നിങ്ങൾക്കതറിയില്ല. ആ കുഞ്ഞൊരിക്കലും ജനിക്കരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. പിറന്നു വീണപ്പോൾ ഞാൻ അവനെ വെറുത്തു. പക്ഷേ ഇന്നെന്റെ ജീവനാണ് അവൻ. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തവനാണ് നിങ്ങൾ. എന്റെ ശ്രീയേട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? എന്റെ വയറ്റിൽ പിറന്ന കുഞ്ഞിന്റെ അച്ഛൻ ശ്രീയേട്ടനല്ലെന്ന് അറിഞ്ഞപ്പോൾ പറയൂ, ആരാണ് ഇതിനൊക്കെ കാരണക്കാരൻ? പറയൂ, പറയൂ. എന്തൊരു മഴയാ! ഓർക്കാപ്പുറത്തുള്ള മഴയായതുകൊണ്ട് ഞാൻ ഇന്ന് റെയിൻ കോട്ട് എടുത്തില്ല. ഇനിയിപ്പോ സ്കൂട്ടറിൽ എങ്ങനെയാണോ പോണേ? അയ്യോ, മെസ്സറി വിട്ടുകാണോ? ഞാൻ നനഞ്ഞുണ്ടെങ്കിൽ പോയാലോ? ലതിക്ക് കിറുക്കുണ്ടോ ഈ മഴയത്ത് നനഞ്ഞോണ്ടോടെ? എന്റെ മോനും ഈ പെരുമഴയത്ത് എന്ത് ചെയ്യാനാ? മഴ മാറട്ടെ. മഴയായതുകൊണ്ട് എല്ലാരും പോകാൻ നിൽക്കുന്നത്. 2-3 പേരെ വേണമെങ്കിൽ ഞാൻ എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാം. ലതിക വരുന്നു? നോ താങ്ക്സ്.
അതെ, ചീഫ് ലതികയുടെ നാട്ടുകാരനാണ്. അതിന് ലേഖയോട് വിശദീകരണമൊന്നും ചോദിച്ചില്ലല്ലോ. വല്ലവരുടെയും ഭാഗ്യത്തില് നമ്മൾ എന്തിനാണ് തലയിടുന്നത്? അതെ, നിങ്ങൾ ഒരാളെ ഞാൻ വേണമെങ്കിൽ സ്കൂട്ടറിൽ കൊണ്ടുപോകാം. ഈ മഴയത്തോ? ഓ, ചെറിയ മഴയൊക്കെ നനഞ്ഞ് സ്കൂട്ടറിലൊക്കെ പോകുന്ന ഒരു പൊടി രസമൊക്കെയാ. ഗോപാല, ഈ കുടൽ എഴുതി കൊടുക്കും. സാറ് തരാൻ പറഞ്ഞു. ഇനി തന്നേരെ. ഭാഗ്യം, വാലധികം നമുക്ക് പോവാം. നിന്നെ കണ്ടില്ലെങ്കിൽ മോൻ കരയും. വാ. ഏതായാലും നല്ല സമയം തന്നെ. വന്നിട്ട് 4 ദിവസമായില്ല, അതിനു മുമ്പ് ഇത്രയും നേടിയെടുത്തു. രോഗമുള്ളവൾ. എടി, കഴിവുള്ളവർ മഴ നനയാതെ ഇങ്ങ് പോന്നു. അതിന് നിങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? അസൂയപ്പെടുന്നെന്ന് വെച്ചാൽ കണ്ടാ മിണ്ടാ പൂച്ചയാ, പക്ഷെ പുളിങ്കൊമ്പെ തന്നെയാ പിടിച്ചിരിക്കുന്നത്. നമ്മളും കുറെ നാളായി ഇതേ ഓഫീസിൽ ജോലി ചെയ്യുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? അതെ, ചിലർക്ക് പെറ്റ പെണ്ണുങ്ങളാ കൂടുതൽ ഇഷ്ടം. ആരും അത്ര നല്ല പിള്ളൊന്നും ചമയണ്ട. നിങ്ങളുടെയൊക്കെ ചരിത്രേ മറ്റുള്ളവർക്കും കുറച്ചൊക്കെ അറിയാം. ഓ, അതിന് ലേഖ എന്തിനാ ഇത്ര ചൂടാവുന്നേ? ഞങ്ങൾ ലേഖയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. ആരുടെ കാര്യം ഇവിടെ പറയണ്ട. മറ്റുള്ളവരെ സൂക്ഷിക്കാനുള്ള ചുമതലയൊന്നും നിങ്ങളാരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ലതിക എന്തും കേട്ട് സഹിക്കുന്നവളാണെന്ന് കരുതി അപ്പൊ അങ്ങ് താഴ്ത്തി കെട്ടണ്ട. നിങ്ങളെ തന്നെ അങ്ങ് സൂക്ഷിച്ചാ മതി. അവളുമാരുടെ ഒരു ഭയങ്കര ചൂടില്ല. ജോലി ചെയ്തിന്റെ കുഞ്ഞിനെ വളർത്താമെന്ന് വെച്ചാൽ ആ മഹാഭാവി അതിന് സമ്മതിക്കില്ല. ആളുകളുടെ അപമാനം കേട്ട് കേട്ട് ഞാൻ മടുത്തു. ലതിക, നീ എന്തിനിങ്ങനെ നിയന്ത്രണം വിടുന്നത്? എന്റെ ജീവിതം തകർത്ത ഒരു മനുഷ്യനെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആ മനുഷ്യനാണ് അർജുനൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഇരിക്കണമെന്നും അല്ല ഞാൻ. ഒരു പെണ്ണിനെ ഇതിലും കൂടുതൽ എങ്ങനെയാ ദ്രോഹിക്കുക? പ്ലീസ്, ഇനിയെങ്കിലും എന്നെ ഒന്നും വെറുതെ വിടൂ. ലതയ്ക്ക് ഇത്രമാത്രം പ്രയാസം ഉണ്ടാക്കിയതില് എനിക്ക് വിഷമമുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പോൾ നിങ്ങൾ എന്റെ മേലധികാരിയാണ്, സമ്മതിച്ചു. പക്ഷേ ഈ എന്നെ വിലക്കെടുക്കാമെന്ന് കരുതണ്ട. ക്ഷമിക്കൂ, ഞാൻ കുട തന്നത് ലതികയെ ഇത്രമേൽ അസ്വസ്ഥയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മറ്റുള്ളവരുടെ വികാരം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഞാനൊന്നും പറയുന്നില്ല. ലതികേ, ഞാൻ നിന്റെ മേലധികാരി എന്നതിൽ കവിഞ്ഞ് ഒരു പുരുഷനാണ്. നീ ഇപ്പൊ എന്തോ പറയാമെന്നല്ലോ, അതെനിക്കറിയാം. പക്ഷേ ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അത് ശരി, അപ്പൊ തെറ്റെന്റേതാണ്. ക്ഷമ ചോദിക്കേണ്ടത് ഞാനും. ക്ഷമിച്ചിരിക്കുന്നു പോലും. ഞാൻ ചെയ്ത തെറ്റ് നിനക്കെന്തോട് ക്ഷമിച്ചൂടാ? എന്റെ തെറ്റിനുള്ള ഏക പരിഹാരമാകാൻ ഞാൻ പറഞ്ഞു. കഴിഞ്ഞെല്ലാം മറന്ന് ലതികയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്നെ അനുവദിക്കൂ. സാധ്യമല്ല. എനിക്ക് ലതിക ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നിങ്ങളെ വെറുക്കുന്നു. ഈ മുഖം ഒരിക്കലും കാണേണ്ടി വരരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. വീണ്ടും കാണേണ്ടി വന്നല്ലോ, അതും തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച്. നീ എന്റെ ഭാര്യയാണെന്ന് ഞാൻ പരസ്യമായി പറയാൻ പോവാൻ. പറയൂ. ആ നിമിഷം ഞാൻ ഇല്ലാതാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്റെ ശരീരമില്ലേ, അതിനാവശ്യക്കാർ ധാരാളമുണ്ട്. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാനിത് പരസ്യമായി വിൽക്കും.